നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ മുട്ടത്തോരൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പടവലങ്ങ ചെറുതായി അരിഞ്ഞത് 1.5 കപ്പ്, മുട്ട 2 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത് 1 ഇടത്തരം, തേങ്ങ ചിരകിയത് 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി കടുക് ഇട്ട് പൊട്ടിക്കാം. നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഇടാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പടവലങ്ങ ചേർത്ത് വഴറ്റാം. നമ്മൾ പടവലങ്ങ ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും തേങ്ങ ചിരകിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. പടവലങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഇത് സൈഡിലോട്ട് നീക്കിയിട്ട് നടുക്കോട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്, അതിനി ചേർക്കാം. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം ഇത് നന്നായി ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. പടവലങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുട്ടയും കൂടി ചേർത്ത് ഇങ്ങനെ തോരൻ വെച്ചെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ പടവലങ്ങ ഉണക്കച്ചെമ്മീൻ അവിയൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.